മലയാള സാഹിത്യത്തിലെ ഏറ്റവും സമകാലികനും വ്യത്യസ്ത ശൈലി കൊണ്ടും ഭാവുകത്വം കൊണ്ടും ശ്രദ്ധേയനുമായ എസ് ഹരീഷാണ് സോൾസേസിലെ ഇന്നത്തെ അതിഥി. കേരള സാഹിത്യ അക്കാദമി, JCV, വയലാർ അവാർഡുകൾ കരസ്ഥമാക്കിയ എസ് ഹരീഷ് തിരക്കഥാകൃത്ത് എന്ന നിലയിലും ഏറെ ശ്രദ്ധേയനാണ്. ശ്രീ ഹരീഷിനെ ഏറെ സന്തോഷത്തോടെ സോൾസേസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനങ്ങനെ വലിയൊരു മനുഷ്യബന്ധമുള്ള ആളല്ല. വലിയ സാമൂഹ്യ പ്രവർത്തനം നടക്കുന്ന ആളല്ല. കാര്യം നാട്ടിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ടെന്നുള്ളതല്ലാതെ എഴുത്ത് ലോകത്തിൽ വലിയ ബന്ധമില്ലാത്ത ആളാണ്. അടുത്ത കാലത്ത് എനിക്ക് വലിയ ബന്ധങ്ങളുണ്ടായി എഴുത്ത് ലോകത്ത്, കുറച്ച് സുഹൃത്തുക്കൾ. അതിനു മുമ്പ് പ്രത്യേകിച്ചും കോട്ടയത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വലിയ എഴുത്ത് ബന്ധങ്ങളൊന്നും എനിക്കില്ല. എൻ്റെ എഴുത്തിൻ്റെ എന്താ ആഘാതം എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനുരണങ്ങൾ എത്രയാണ് എന്നറിയാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. എഴുതുന്നു, പ്രസിദ്ധീകരിക്കുന്നു, അത്രേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ അപൂർവം ചിലരൊക്കെ നല്ലത് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ മീശയുടെ സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് പതറിപ്പോകും. എന്നിട്ട് ഇതെന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഈ പുറം ലോകത്ത് നടക്കുന്ന വലിയ ബഹളങ്ങൾ അത്ര ബാധിച്ചിട്ടില്ല. ഞാനിത് മൊബൈൽ ഓഫ് ചെയ്ത് ഞാൻ വീട്ടിൽ ഇരുന്നു, എനിക്ക് എൻ്റെ നാനാവഴി സംഭവങ്ങൾ നടക്കുന്നു, വലിയ തെറികൾ ബഹളങ്ങൾ ഉണ്ടാകുന്നു. ആ രീതിയിലാണ് ഞാനെടുത്ത്. പിന്നെ ഇതിൻ്റെ ഒരു ഇത്രയും ഗൗരവമായിട്ട് ഉണ്ടെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ എനിക്ക് നേരെ ഈ വലിയ ശാരീരിക ഭീഷണി അധികം ഉണ്ടായില്ല. നാട്ടിൽ കുറച്ച് BJP-ക്കാർ വീട്ടോട് ജാഥ നടത്താൻ പ്ലാൻ ചെയ്തു. അവിടെ ഒരു കവലയിൽ ഒരു മീറ്റിംഗ് അവർ കൂടി. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി. വീട്ടിൽ കുറച്ച് ദിവസത്തേക്ക് 2 പോലീസുകാർ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അതാണ് ഒരു പ്രശ്നമായത്. അതായത് 2 പോലീസുകാർ വീടിൻ്റെ വാതിൽക്ക് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അവർ തിന്നാൽ 2 പോലീസുകാർ കസേര ഇട്ടിരിക്കുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പരിപാടി. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം 2 പോലീസുകാർ, അത് നമുക്കറിയാൻ പറ്റും, അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ പ്രൈവസിയെ മൊത്തം ബാധിക്കും. നമ്മളൊരു പെട്ടെന്നൊരു കള്ളനായ പോലെ നമുക്ക് തോന്നും. വീടിൻ്റെ ഭാഗത്ത് 2 പോലീസുകാർ കസേരയിട്ടിരിക്കുന്നു. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അവർ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് അവരിങ്ങനെ അരയിരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പോയി. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതെന്നെ അധികം ആ സമയത്ത് അങ്ങനെ ബാധിച്ചില്ല. ഈ പോലീസുകാർ വന്നിരുന്നതൊക്കെ ബാധിച്ചു, അല്ലാതെ ബാധിച്ചില്ല. പിന്നെ നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരെല്ലാം സമ്പൂർണ്ണ പിന്തുണയായിരുന്നു എനിക്ക്. പിന്നെ എന്നെ അറിയാവുന്ന നാട്ടുകാരൊന്നും അന്നേരം എനിക്കെതിരല്ലായിരുന്നു. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങനെയുള്ളവരേ ഉള്ളൂ. അതിനെ എനിക്കധികം ബാധിച്ചു. ഞാൻ കുറച്ച് തമാശയായിട്ടാണ് പിന്നെ അതെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തമാശകളുണ്ട്. ഞാനിതോടെ കുറേ കാലത്തിന് ശേഷം ഒരു ദിവസം ഞാനിങ്ങനെ ഞങ്ങളുടെ അടുത്ത് വൈക്കത്തിനടുത്ത് ഇടയാളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയി ഒരു സ്കൂട്ടറിൽ ഇടയാളം വഴിക്ക് വരുക. അപ്പോൾ ഇങ്ങനെ ഇടയാളം കഴിഞ്ഞ് നീണ്ടൂർക്കുള്ള വഴി വിജനമായ വഴിയാണ്. ഈ മീശ പറയുന്ന പോലെ നിറച്ചും പാടങ്ങളുള്ള വഴിയാണ്. നടുക്കൂടി ഒരു വഴി, 2 സൈഡും പാടങ്ങൾ. 8 കിലോമീറ്റർ മനുഷ്യസഞ്ചാരം അധികമില്ല സ്ഥലം. അപ്പോൾ ഈ ഇടയാളത്ത് കൂടെ സ്കൂട്ടർ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരാൾ കൈ കാണിച്ചു, ഒരു കള്ളുകൂടിയൻ കൈ കാണിച്ചു. നല്ല പൂസാണ്. ഞാൻ സ്കൂട്ടർ നിർത്തി, കയറ്റിയേക്കാന്ന് വെച്ചാൽ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കയറ്റിയേക്കാന്ന് വെച്ചാൽ പുള്ളി പുറകെ കയറി പോകുന്ന വഴി ഇങ്ങനെ ഒരാളെ പുറകെ കയറ്റിയ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് പുള്ളി വെച്ച് എവിടെ വീട്? ഞാൻ പറഞ്ഞു നീണ്ടൂരാണ്. അത് ശരി. അവിടെ ഹരീഷ് എന്ന് എടുത്തിട്ടുണ്ട്, നോവലൊക്കെ ഇരുന്ന്, അവനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു അറിയാം, ഇങ്ങനെ പുള്ളി ഇങ്ങനെ വഴി നടന്നു പോകുന്ന കാണാമെന്ന് പറഞ്ഞു. അവരുടെ ഞങ്ങൾ പണി കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പണി? അവൻ്റെ ഒരു നോവൽ എഴുതി, അവൻ്റെ കൈ ഞങ്ങൾ തല്ലി പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല. പുള്ളിയുടെ ആഗ്രഹം പുള്ളി പറഞ്ഞതാണ്, തല്ലി പിടിക്കുന്ന ആഗ്രഹം പുള്ളി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ 8 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു കവല എത്തിയും വണ്ടി എടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ തന്നെയാണ്, അത് എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളി പോയി നടന്നു പോയി. അപ്പോൾ അങ്ങനെ രസകരമായ സംഭവങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് മാറിയെന്ന് കാണുമ്പോൾ ഇതൊരു ഒരു തമാശയായിട്ടാണ്. കാരണം പലർക്കും ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇത് നോവലാണോ കഥയാണോ? പലരുടെ വിചാരം ലേഖനമാണെന്ന് അവരുടെ വിചാരം. ചിലർ ഫോണിൽ വിളിച്ചെന്നെ തെറി വിളിക്കുന്നത് മാതൃഭൂമിയുടെ ലേഖനാണ് ഞാൻ എന്നുള്ള, മാതൃഭൂമിയുടെ ജോലിക്കാരാണെന്നുള്ള രീതിയിൽ തെറി വിളിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണ്. വെള്ളപ്പൊക്കം അതിൻ്റെ വേറൊരു കോമഡി അതുകൊണ്ട് ഞാൻ പറയാം. വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ ഡ്യൂട്ടി എനിക്കുണ്ട്. അപ്പം എനിക്ക് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഏത് നേരം ഇങ്ങനെ വിളി വരും, എന്തെങ്കിലും ഓഫീസിൽ നിന്ന് ഓഫീസിൽ വിളി വരും. ഫോൺ ഓഫ് ചെയ്യാതെ അപ്പോൾ ഈ മീശയുടെ ബഹളങ്ങളൊക്കെ ചെറുതായിട്ട് ശമിച്ചൊരു സമയമാണ്.
ഞാൻ ഓഫീസിൽ ഇരിക്കുകയാണ്, ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഒരാൾ ഫോൺ വിളിക്കുന്നു, ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പുറം അത് ഭയങ്കര തെറി, ഈ മീശ ചെയ്തുള്ള ഒരു ഭയങ്കര തെറി. ഞാൻ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ എനിക്ക് നേരെ അല്ല ഇതിന്, ഒരു കട്ട് ചെയ്തു. 5 മിനിറ്റിന് ഒന്നുകൂടെ വിളി, പിന്നെയും വിളി തെറി. ഇതിങ്ങനെ ഒരു 10-60 കോളി മെഷീൻ വെച്ച് വിളിക്കുന്ന പോലെ ഇല്ല, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ പുള്ളി എന്തോ മദ്യപാനിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ചേട്ടൻ്റെ പ്രശ്നമാവും, ഞാൻ പരാതിപ്പെട്ട ചേട്ടൻ അകത്ത് പോകും, ചേട്ടൻ നിർത്ത്, എനിക്കും വേറെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഞാൻ പോലീസിൽ വിളിച്ച് പറഞ്ഞു എന്നോട്, കാരണം സമാധാനം ഇല്ല, ചുമ്മാ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ കാണുന്ന പോലീസ് പുള്ളിയെ പൊക്കുന്നു. പൊക്കിക്കഴിയുമ്പോൾ പുള്ളി പെരുമ്പാവൂരുള്ള ഒരു പാവപ്പെട്ട JCB ഡ്രൈവറാണ്. പുള്ളിക്ക് ഇത് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. എന്താ പുള്ളിക്ക് ആരോ നമ്പർ കൊടുത്തിരിക്കുന്നു, പുള്ളി വിളിച്ച് തെറി വിളിക്കുന്നു. പുള്ളി എന്തോ ചെറിയ സംഖ്യ പോലാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്തോ ഒരു ചെറിയ സംഖ്യ പോലാണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ തെറി വിളിക്കുന്നു. പിന്നെ സ്റ്റേഷനിൽ പോലീസ് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി പേടിച്ചിട്ട് നിലത്ത് കിടന്ന് ഉരുളുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ പുള്ളി, ഞാനും പറഞ്ഞു കുഴപ്പമില്ല, അയാളെ വിട്ടാൽ എന്ത് ചെയ്യാനാണ്. പിന്നെ പോലീസ് വിട്ടു പുള്ളി പോയി. ഇങ്ങനത്തെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് രസം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം കാരണമാണ് ഞാൻ ഒരു പരിധിവരെ മീശയുടെ സംഭവത്തിൽ രക്ഷപ്പെട്ടത്. അപ്പം മീശ ഇങ്ങനെ കത്തി കയറി വന്നപ്പോഴാണ് പ്രളയം ഉണ്ടാകുന്നത്. അതോടുകൂടി ആൾക്കാർ അത് വിട്ടുപോയി. പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കത്തിയേനെ. ഈ എഴുതുക എന്ന് പറഞ്ഞാൽ, എഴുതാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചു മേടിക്കേണ്ട ഒരു സാധനം. ലോകത്തിലാരും അത് തരത്തില്ല. നമ്മളിപ്പോൾ ലോകത്തിലെ ഒരു ഭരണകൂടവും നിങ്ങൾ ഇഷ്ടം പോലെ എഴുതിക്കൊള്ളാൻ പറയത്തില്ല, ഒരു ഭരണകൂടവും പറയത്തില്ല. അത് മുൻപിലുള്ള എഴുത്തുകാർ, ഇപ്പം തകഴി, ബഷീർ എല്ലാം കൂടെ അവർ കുറച്ച് ചീത്തക്കഥകൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചീത്തക്കഥകളോ തെറിക്കഥകളോ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അവരത് പ്രസിദ്ധീകരിച്ച് തന്ന ധൈര്യം കൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വം എഴുതുക എന്നുള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല. ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടായേക്കാം, നമ്മൾ പിടിവിട്ട് എഴുതുക, ധൈര്യമായിട്ട് എഴുതുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളെ അധികം ബാധിക്കാതിരിക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കേരളീയ സമൂഹത്തിൽ ഒരു ആർട്ടിനെതിരെ ആരെങ്കിലും രംഗത്തിറങ്ങിയാൽ വിജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കലാരൂപം, ഒരു മലയാളി എപ്പോഴും കരുതുന്നത് നമ്മൾ പ്രബുദ്ധരായ ഒരു സമൂഹമാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു പരിധിവരെ ശരിയാണ്, ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചൊക്കെ പ്രബുദ്ധതയുള്ള സമൂഹമാണ്, വലിയ നവോത്ഥാനം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആർട്ടിനെതിരെ കുറച്ച് പേര് ബഹളം വെച്ചാൽ അത് വിജയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് അക്കാലത്ത് മീശയുടെ കാര്യത്തിൽ അതാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് പിന്തുണ കിട്ടിയായിരുന്നു. ഒരുപാട് പേര് രഹസ്യമായിട്ട് എതിർക്കുകയെല്ലാം ചെയ്താൽ പോലും പുറമേ ഉള്ള പിന്തുണ ഒരുപാട് പേര് തന്നിരുന്നു. അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്തു, നമുക്ക് ധൈര്യം തന്നൊരു പരിപാടിയാണ്. ഇപ്പം ഞാൻ അത് കഴിഞ്ഞൊരു ബോംബെ വെച്ച് പെരുമാൾ മുരുകനെ കണ്ട. പെരുമാൾ മുരുകൻ ബോംബെയിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പെരുമാൾ മുരുകനെ കണ്ടു. ഒരു പാർട്ടിയിൽ ഇരുന്നു, പുള്ളിയായിട്ട് കുറേ നേരം ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് കേരളത്തിലായതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായത്. കാരണം പെരുമാൾ മുരുകൻ ഒരു നോവൽ എഴുതി. ആ നോവൽ എഴുതി കഴിഞ്ഞ് നാട്ടിൽ പ്രശ്നമുണ്ടായി. ഇതുവരെ നാട്ടിൽ അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടെ പോകാൻ പറ്റിയിട്ടില്ല. ഒരു തവണ പോലീസിൻ്റെ സഹായത്തോടു കൂടി പോയി. അല്ലാതെ ചെന്നാൽ പുള്ളിക്ക് ചിലപ്പോൾ തല്ലി കിട്ടും. കാരണം അവിടെ ഉള്ളവർക്ക് പെരുമാൾ മുരുകൻ ആരാണെന്ന് അറിയാമല്ലോ, അവർ പിടിച്ച് പൊട്ടിക്കും. പക്ഷേ എനിക്ക് ആ കുഴപ്പം ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോഴും നീണ്ടൂരോ ഏറ്റുമാനോ കോട്ടയത്തോ തിരുവനന്തപുരത്ത് നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് എൻ്റെ അവസ്ഥ. കാരണം നമ്മുടെ സമൂഹം കുറച്ചുകൂടെ അക്കാര്യത്തിൽ ഭേദമാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാദ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ അതിനെ കാണുന്നുള്ളൂ. ഒരു പുസ്തകത്തെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വിവാദ മൂല്യം ആൾക്കാർ സംസാരിക്കത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ ഒരു കലാമൂല്യം എന്ന് മാത്രമുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ മീശ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കാം, കലാമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് അത് പറയേണ്ടത്. ഇന്ന കാര്യം കൊണ്ട് ഈ നോവല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. പക്ഷേ ആൾക്കാർ സംസാരിക്കുന്ന വിവാദ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും വിവാദം ശരിയാണോ തെറ്റാണോ അങ്ങനെ ഉണ്ട്. പിന്നെ അത് ഇംഗ്ലീഷ് വന്നപ്പോഴാണ് എനിക്കൊരു വ്യത്യാസം വന്നത്. ഇംഗ്ലീഷ് വരുമ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുന്നവർക്ക് വിവാദത്തെക്കുറിച്ച് ധാരണയില്ല. അപ്പം അവരതിനെ അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിന് ഒരുപാട് റിവ്യൂകൾ വന്നു. പക്ഷെ കേരളത്തിൽ വന്ന എല്ലാ റിവ്യൂകളിലും വിവാദത്തെ സ്പർശിക്കാതെ റിവ്യൂ പോയിട്ടേ ഇല്ല. പക്ഷെ മറ്റിടത്ത് വിവാദത്തെ സ്പർശിക്കുന്നേ ഇല്ല. അതാണ് ഒരു വ്യത്യാസം. വിവാദ മൂല്യം കുഴപ്പം ചെയ്യുന്നൊരു കാര്യമാണ് താൽക്കാലികമായിട്ടെങ്കിലും. പിന്നെ അത് ആൾക്കാരെ മറക്കും. അത് ഇപ്പോൾ അരന്തേറുടെ നോവൽ ഇറങ്ങിയപ്പോഴത്തേക്കും വിവാദം ഉണ്ടായിരുന്നു. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇറങ്ങിയപ്പം കുറച്ച് CPM-കാരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. EMS-നെ കുറിച്ച് അതിനകത്ത് പറയും. പക്ഷെ പിൽക്കാലത്ത് ആൾക്കാരത് മറന്നു. ഇപ്പം അത് എതിർത്തവർ പോലും അതിനെ കുറിച്ച് നാവളുടെ നല്ലത് പറയുന്നുണ്ട്.
പക്ഷെ തുടക്കത്തിൽ അതിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, വിവാദം പോലും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വിവാദമില്ലാതെ ഒരു നോവൽ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് ഏറ്റവും നല്ലത്. ഞാനത് കംപ്ലീറ്റ് വിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആളായേക്കാം, ഒരു സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേക്കാം, വല്ല ജോലിയൊക്കെ എടുത്ത് മര്യാദയ്ക്ക് തന്നെ ജീവിച്ചു പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഡിപ്രഷൻ ആയെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളൊരു ശകലം പ്രശ്നമാകും നമ്മൾ. അത് നമ്മളല്ലാതായി പോകുന്നൊരു അവസ്ഥയുണ്ട്. കാരണം നമ്മൾ ആ സമയത്ത് എനിക്ക് പുസ്തകം വായിക്കുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നു. പുസ്തകം പോലും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഇത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതൊരു നല്ല കഥ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു പുസ്തകം, കാരണം ഞാൻ ധാരാളം വായിച്ചുകൊണ്ടിരുന്ന എനിക്കൊരു നല്ല പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല. അത് ഇപ്പം ഒരു എല്ലാ ആർട്ടിസ്റ്റും ഇപ്പോൾ ഒരു പാട്ടുകാരനെ കുറച്ചാൽ പാടാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരുപാട് കലാകാരന്മാർ പലപ്പോഴും ചില വിചിത്ര സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ടല്ലോ. അത് ഇതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവനവന് പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടല്ലോ. പാക്കാലത്തൊരു അതിജീവനം എങ്ങനെയാണ്? അതിന്റെ ഒരു എന്തെങ്കിലും ഓർമ്മിക്കത്തക്കവണ്ണം എന്തെങ്കിലും സംഗതികളുണ്ടോ? അത് സാധാരണ ജീവിതം നയിച്ച് നിശബ്ദനായിട്ട് അങ്ങനെ മുന്നോട്ട് പോയത് വളരെ സാധാരണമായ ജീവിതം തന്നെയാണ്. വളരെ സാധാരണമായിട്ട് അധികമൊന്നും വായിക്കാതെ അധികമൊന്നും എഴുതാതെ. അപ്പൊ എനിക്ക് കുറച്ച് അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന കാലമായിരുന്നു. അപ്പൊ അതിന്റെ കഷ്ടപ്പാടിലൊക്കെ മുന്നോട്ട് പോയി. പ്രയോറിറ്റി ചേഞ്ച് ആയി. അപ്പം അതിന്റെ ഒരു പ്രശ്നം പറ്റും. പക്ഷെ നമ്മളെ അത് ഉള്ളിൽ വളരെ ബാധിക്കും. വായന ഉണ്ടായിരുന്നു, വളരെ കുറവായിരുന്നു. അപ്പൊ എന്റെ സാഹിത്യം സംസാരിക്കുന്ന അപൂർവ സുഹൃത്തുക്കളോട് പോലും ഞാൻ ആ സമയത്ത് കട്ട് ചെയ്തു. കാരണം നമുക്കന്നേരം അതൊരു വിഷമാവുമല്ലോ നമുക്കത് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു ലോകം ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ലോകം ഒഴിവാക്കി. ഇത് തിരിച്ചു വന്നപ്പോ അതെല്ലാം തിരിച്ചു പിടിച്ചാണ്. പക്ഷെ അങ്ങനെ ഒരു ഒഴിവാക്കൽ നിങ്ങളെ റൈറ്റർ എന്നുള്ള രീതിയിൽ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഉറപ്പായിട്ടും നമുക്ക് നമ്മളെ റൈറ്റർ എന്നുള്ള വ്യക്തി എന്നുള്ളതല്ല നമ്മളെ പീഡിപ്പിക്കും. കാരണം നമുക്കറിയാലോ നമുക്ക് ജീവിതത്തിൽ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. അതില്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ചില ഡയറക്ടർമാര് ഒരു കാലയളവിൽ അവർക്ക് പടമില്ലാതെ വന്നാൽ അവരുടെ ജീവിതം നമുക്കറിയാം. വളരെ നരകതുല്യം. ചിലർ വെള്ളമടിച്ചു പോകും, ചിലർ വേറെ രീതിയിലായി പോകും, അവസാനിച്ചു പോകും. അത് ഭയങ്കര പ്രശ്നമാണ്. ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അതിന് ആ ഒരു കാലത്തിന് എസ്കേപ്പ് എങ്ങനെയാണ് സംഭവിച്ചിരുന്നത്? അത് ഇങ്ങനെ സാമ്പത്തിക സംഗതികൾ അങ്ങനെ അല്ല, സാമ്പത്തിക സംഗതികൾ ഉപരി എഴുത്തെന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വായന ഇതിനെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ഇപ്പൊ നമ്മുടെ വായന മോശമായി നമ്മുടെ എഴുത്ത് മോശമാവും. പിന്നെ എഴുതിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ എഴുത്ത് മോശമാവും. കാരണം അല്ല, ഇത് ഭയങ്കരമായ ഒരു വലിയ ആകാശത്ത് കിട്ടുന്ന പവറൊന്നുമില്ല. നമ്മൾ നിരന്തരം എഴുതി ശീലിച്ചുണ്ടാക്കുന്ന അനുശീലനം എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനമാണ് എഴുത്തിലും വായനയിലും ഒക്കെ. ആ സ്കില്ല് അതില്ലാതെ വന്നാൽ നമ്മൾ പുറകോട്ട് പോകും. അതാണ് ഒരു പ്രശ്നം. നമ്മൾ ഇല്ലാതെ വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത് എഴുതുമ്പോൾ നമുക്കതറിയാം, അതുണ്ടാക്കുന്ന കുഴപ്പങ്ങളറിയാം. നമ്മുടെ ഭാഷകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളറിയാം, നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളറിയാം. പിന്നെ നമ്മളൊരു എഴുതിക്കൊണ്ടിരിക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് വ്യൂ തന്നെ മാറുമല്ലോ. വേൾഡ് വ്യൂ തന്നെ മാറും. നമ്മൾ കാര്യങ്ങളെ കാണുന്ന രീതി മാറും. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വളരെ യാഥാസ്ഥ്യനായിട്ട് പോകും. ഒരു യാഥാസ്ഥ്യ ചിന്താഗതിയിലോട്ട് പതുക്കെ ഇങ്ങനെ പോകുന്നൊരു കാഴ്ച നമുക്ക് തന്നെ കാണാം. നമ്മൾ പോകുന്നൊരു കാഴ്ച നമുക്ക് തന്നെ കാണാം. ഒരു കലാകാരൻ ലോകത്തെ കാണുന്നതിന്റെ വ്യത്യാസം വേറെ അല്ലേ. സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ സിനിമ ഒട്ടും അങ്ങനെ അത്രത്തോളം കാണാത്തൊരു വ്യക്തിയാണ്. ഇപ്പം സിനിമ ലോകമായിട്ട് ഇപ്പം വളരെ അടുത്തും, അതായത് ഇപ്പം മലയാള സിനിമയിൽ നല്ല മികച്ച സിനിമകളാണ് അതിൽ നമുക്ക് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം സിനിമ ലോകമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? അത് കൂടുതൽ സിനിമ കാണുന്നുണ്ടോ? ലോക സിനിമയായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഞാൻ അതിന് ശേഷം സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ മിക്കവാറും ലോക സിനിമ എന്ന് പറയുന്ന സിനിമകളും കൂടും. അതിനുമുമ്പ് ഞാൻ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ട്, IFFK പോയിട്ടുണ്ട്. കാണി എന്നുള്ളതിനെ പോയി പണ്ട് കൊച്ചി ഫിലിം ഫെസ്റ്റിവൽ നടന്നായിരുന്നു കൊച്ചിയിൽ. അതായത് തിരുവനന്തപുരത്ത് വരുന്നതിന് ഒരു ഫിലിം ഫെസ്റ്റിവൽ. അതിനകത്ത് ഞാനവിടെ എറണാകുളത്ത് ഒരു ചെറിയ പത്രത്തിൽ ജോലി ചെയ്തായിരുന്നു. കേരള ടൈംസ് എന്നൊരു പത്രം ഉണ്ടായിരുന്നു. സയാനം പിന്നെയായിരുന്നു, അത് ഡെയിലി ആയിരുന്നു. വളരെ കുറച്ച് കോപ്പിയൊക്കെ വിൽക്കുന്ന ഒരു ലത്തീൻ സഭയുടെ ഒരു പത്രമായിരുന്നു. സെബാസ്റ്റ്യൻ പോളൊക്കെ അതിൻ്റെ എഡിറ്ററായിരുന്നു. ഞാൻ പണ്ട് PF മാത്യൂസൊക്കെ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അന്നേരം ആണ് IFFK അവിടെ നടക്കുന്നത്, കൊച്ചി നടക്കുന്നത്. അപ്പോൾ ഞാനവിടെ പോയി ഒരു 7 ദിവസമുണ്ട്. 7 ദിവസവും ഒരു ദിവസം 5-6 പടങ്ങൾ നമ്മൾ കാണും. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയമൊക്കെ. അതൊക്കെ ഒരു സിനിമാക്കാരനാകണം എന്നുള്ള ആഗ്രഹത്തിൽ കാണുന്നതല്ല, പടം കാണണമെന്നുള്ള ആഗ്രഹത്തിൽ കാണും.
പക്ഷെ ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം കുറെ കൂടെ പടങ്ങൾ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ കാണാൻ നോക്കുന്നു, വിദേശ സിനിമകൾ കാണുന്നു, ഇപ്പം ഇറങ്ങുന്ന പടങ്ങൾ മിക്കവാറും കാണുന്നു. അതിനകത്ത് അത് ആ ലോകം ഇഷ്ടപ്പെടുമല്ലേ, നമ്മൾ ലോകം ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ കാണുന്നു. ഉറപ്പായിട്ടും ഇപ്പൊ നമ്മൾ കാണുമ്പോൾ വേറൊരു ഒരു ഈ സിനിമയിൽ ഇറങ്ങി കഴിയുമ്പോഴല്ലേ ഉള്ളൂ അതെങ്ങനെയാണ് അതിന്റെ സാങ്കേതിക വശങ്ങൾ, അത് ഉണ്ടായി വരുന്ന പ്രോസസ്സ് നമുക്കറിയാമല്ലോ, ഇതെങ്ങനെയാണ് ഇത് ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഒരു കാണിയായിട്ടല്ലോ കാണുന്നത്, ഇതെങ്ങനെ രൂപപ്പെട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഇതിന്റെ ഉള്ളിൽ എന്താണ് നടന്നത്, ഇത് ഒരു എഡിറ്ററുടെ വർക്കാണോ ഈ സിനിമ മുന്നിൽ നിൽക്കുന്നത്, ഒരു ഡയറക്ടറുടെ വർക്കാണോ മുന്നിൽ നിൽക്കുന്നത്, അതിന്റെ മ്യൂസിക് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ. അതൊക്കെ തീർച്ചയായിട്ടും കാണുമ്പോൾ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ, ഒരു എഴുത്തുകാരൻ കഥ വായിക്കുന്ന ഒരു അല്ലാതെയുള്ള കഥ വായിക്കുന്ന വ്യത്യാസമുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമ്മളതിൻ്റെ ഭാഷ ശ്രദ്ധിക്കും, ഈ കഥ എങ്ങനെയാണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കും, ഒക്കെ ശ്രദ്ധിക്കുമല്ലോ. എന്ന് പറയുന്ന പോലെ സിനിമ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് ബന്ധപ്പെട്ട് നേരത്തെ എഴുത്ത് വായിക്കുന്നു പറഞ്ഞു, പക്ഷെ എഴുതി പിന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള ഇതിനെ വഴിയിൽ നിന്ന് കറിഞ്ഞ ശേഷമുള്ള ഒരു വായനയും പറയുന്ന പോലെ അത് അതിന്റെ ഒരു ഉറപ്പായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു മലയാളം വാരി ഒരു പുതിയ കഥ, ഒരു പുതിയ എഴുത്തുകാരൻ്റെ വരുന്നു, നമ്മൾ താല്പര്യത്തോടെ വായിക്കുമ്പോൾ ഇപ്പം അടുത്തിടെ മനോജ് വെങ്ങോലയുടെ ഒരു കഥ വന്നു, പെരുമ്പാവൂർ യാത്ര വാസ്തു എന്ന കഥ വന്നു. മനോജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് മനോജ്. നേരത്തെ തന്നെ മനോജ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മനോജിൻ്റെ ഒരു കഥ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്നറിയാൻ ഒരു കൗതുകമുണ്ട്. നമ്മളത് വായിച്ചു നോക്കുന്നു, മനോജ് എങ്ങനെയാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ക്രാഫ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ആഖ്യാനം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്, അതായത് നറേറ്റീവ് എങ്ങനെയാണ് പറയുന്നത്, ഏത് പക്ഷത്തു നിന്നാണ് കഥ പറയുന്നത്, വൈകാരികതയാണോ അതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്, നമ്മളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ. അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് തകഴിയുടെ ഒരു കഥ വായിക്കുന്നു, നമ്മൾ കഥ അറിയാനുള്ള കൗതുകത്തിലാണ് ഇത് വായിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ലോ വായിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം ആയിരിക്കുമല്ലോ ഓഗസ്റ്റ് 17 എഴുതുന്നത്. ഈ സിനിമയുടെ ഈ ഇടപെടല് ഈ നോവലിന്റെ അതിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നോ? വളരെ വിഷ്വൽ ആയിട്ടുള്ളൊരു മീശ സിനിമ വന്നതിന് ശേഷം മീശ ഞാൻ എഴുതുന്നത്, ജല്ലിക്കറിന്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഞാൻ എഴുതുന്നത്, ആഗസ്റ്റ് 17 വരെ. അക്കാര്യത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല, പക്ഷേ നമ്മളെ എല്ലാം അറിയാതെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ എന്നെ മാത്രമല്ല, അതിപ്പോ നമ്മൾ വിഷ്വലുകളുടെ ലോകത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. ഡെയിലി 100 കണക്കിന് വിഷ്വലുകൾ നമ്മൾ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മളെക്കാളും കൂടുതൽ വായനക്കാരെ സ്വാധീനിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ആൾക്കാർ പറയാറുണ്ട് പുതിയ എഴുത്തുകാർ മുഴുവൻ വിഷ്വലുകൾ അവരുടെ എഴുത്തിലുള്ളത്. ഇതിപ്പോ നിങ്ങൾ ബഷീറിന്റെ പുസ്തകം വായിക്കുക, CB രാമപിള്ളയുടെ പുസ്തകം ഇന്നെടുത്ത് വായിക്കുക, നിറയെ വിഷ്വലുകൾ നമുക്ക് കാണാൻ പറ്റും. അന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇന്ന് ജീവിച്ച് നമ്മൾ ഫുൾ വിഷ്വലുകളുടെ ലോകത്ത് ജീവിച്ചിട്ട് ധർമ്മരാജ എടുത്ത് വായിക്കുകയാണെങ്കിൽ വിഷ്വലായിട്ട് നമ്മളത് ഉറപ്പായിട്ടും കാണാൻ പറ്റും. അതാണ് വ്യത്യാസം. അതിപ്പോ അതുകൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ മാത്രമല്ല വായനക്കാരെ സ്വാധീനിക്കുന്നു. അതാണ് വ്യത്യാസം. ഒരു നോവല് സിനിമയാകുമ്പോൾ അത് വായനക്കാരെ തൃപ്തിപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വളരെ അപൂർവം ചിലത് ഞാൻ അല്ലാതെ കണ്ടു. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ മുമ്പേ പറയല്ലോ പഥേർ പാഞ്ചലി എന്ന് പറയുന്ന നോവല് ഞാനത് 25 ഇവിടെ വായിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിൽ. കാരണം വളരെ കാൽപ്പനികമായൊരു നോവലാണ്, വളരെ കാൽപ്പനികമായിട്ടുള്ളൊരു നമ്മളെ ഭയങ്കരമായിട്ട് പിടിക്കുന്നൊരു നോവലാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ. ഞാൻ എന്നാൽ ഒത്തിരി കാലത്തിന് ശേഷം പഥേർ പാഞ്ചലി സിനിമ കണ്ടത്. എനിക്കൊരു 30-35 വയസ്സെങ്കിലുമായിട്ടാണ് പഥേർ പാഞ്ചലി സിനിമ കാണുന്നത്. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ, ഞാൻ 25 തവണ വായിച്ച നോവലാന്ന് പറഞ്ഞു, എൻ്റെ മനസ്സിൽ അത് എങ്ങനെ ഇരിക്കുന്നോ അതിൻ്റെ മേളിലെടുത്ത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കാര്യം അത്. ഈ പഥേർ പാഞ്ചലി, അതിൻ്റെ അപരാജിതം, അപൂർ സംസാരം എന്ന് പറയുന്ന 3 സാധനം, ഈ 3 കണ്ടിട്ട് എനിക്ക് ഒരു പക്ഷേ നോവലിനേക്കാളും മേളിൽ നിൽക്കുന്നതായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം അതാണ്. നേരെ പറഞ്ഞപ്പോൾ നെയിം ഓഫ് ദ റോസ് എന്ന് പറഞ്ഞ ഉമ്പർട്ടോയുടെ സിനിമയായിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല, മോശമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അതേസമയം ആ നോവൽ വായിക്കാത്ത ചിലത് അത് വളരെ നല്ലതാണെന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ളൂ, നെയിം ഓഫ് ദ റോസ് വായിച്ചുകൊണ്ട് സിനിമ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നോവലോ അല്ല കഥയോ സിനിമയാക്കുമ്പോൾ വായനക്കാരെ തൃപ്തിപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രതിഭാശാലിയായ അപൂർവം ചിലത് ജ്യോതിഭൂഷൺ ബന്ദോപാധ്യായ മറ്റേ അതിന്റെ നിശ്ചിന്താപുരം എന്നുള്ള സ്ഥലം പറഞ്ഞു, നിശ്ചിതാപുരത്തു നിന്നാണ് സ്ഥലം, അപ്പൂവിന്റെ സ്ഥലത്തിലെ നിശ്ചിതാപുരമാണ്. അപ്പൊ നമ്മള്
ഒരുപക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടതിലും വലിയ നിശ്ചിതാപുരം നടക്കുന്നത്. അത്ര മനോഹരമായ വിഷ്വലുകളും മനോഹരമായ ഒരു ബംഗാളി ഗ്രാമമാണ് അതിനകത്ത് അവിടെ കണ്ടത്. വരുന്നതും അത് കഴിഞ്ഞ് ഈ അപൂർ സംസാറിലും അപരാജിതയിലും അവസാനം അബുവിന്റെ മകനെ തോള വെച്ചോണ്ട് പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ അവസാനം അബു സംസാറിന്റെ. എന്ത് ഗംഭീരമായിട്ട് ചെയ്തത്. കാരണം ഞാനത് പിന്നെ ഞാൻ പലതവണ അത് കണ്ടു, ആ സിനിമ കണ്ടു. അത് ഞാൻ വായനക്കാരെന്നുള്ള നിലയിൽ മനസ്സിൽ കണ്ടതിലും മേളിലാണ് പുള്ളി എടുത്ത് വെച്ചത്, ഉറപ്പായിട്ടും. 3 സിനിമയും നമ്മൾ കാണും. 3 സിനിമ. അത് പിന്നെ ഞാൻ നോവല് വായിച്ചു, ഈ സിനിമ കണ്ട് പിന്നെയും വായിച്ചു. അപ്പോഴേക്കും മനസ്സിലായ പുള്ളി അപാര പ്രതിഭയാണ്, എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് നോവൽ സിനിമയാക്കുമ്പോൾ എനിക്ക് അങ്ങനെ വേറെ അനുഭവമില്ല, അതുപോലെ കണ്ടതില്ല. ചെമ്മീൻ പോലും കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അതെ അതെ അങ്ങനെ നമ്മുടെ എഴുത്തിന്റെ നേരത്തെ ഒരു സാഹിത്യ ഭാഷ ഉണ്ടായിരുന്നു, സാഹിത്യ ഭാഷ. അതിനെ ഇപ്പോൾ പുതിയ തലമുറ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലോക സാഹിത്യത്തെ മുഴുവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലോക സാഹിത്യത്തിലെ നല്ല കൃതികൾ, ഇപ്പോൾ ഇറങ്ങുന്ന കൃതികൾ വായിച്ചാൽ നമുക്കറിയാം സാഹിത്യ ഭാഷ അതിനകത്ത് ഉപയോഗിക്കാറില്ല. എന്നാൽ ഈ പറയുന്ന ലോക്കൽ ഭാഷയും ഭയങ്കരമായിട്ട് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ലോക്കൽ ഭാഷ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ നറേറ്റീവിൽ, കഥ പറയുന്നതിൽ സാധാരണ നമ്മുടെ ഭാഷയുണ്ടല്ലോ, നമ്മൾ സാധാരണ പത്രഭാഷയെന്നോ അല്ലെങ്കിൽ സാധാരണ വിവരം പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കാറ്. അത് മതിയെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ ഭയങ്കര ബലം പിടിക്കുന്ന, ഭയങ്കര ഉപമയും അലങ്കാരങ്ങളൊക്കെയുള്ള ഭാഷ ലോകസാഹിത്യം ഉപേക്ഷിച്ച് കഴിഞ്ഞു. പക്ഷെ എസ്തറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഭാഷകളുടെ ഒരു ചെയ്ത്ത് തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഭാഷയിൽ പണിയുക. ഭാഷയിൽ പണിയുക എന്ന് പറഞ്ഞാൽ ഭാഷയെ ഭയങ്കര കാൽപ്പനികമാക്കുക, അലങ്കാരഭദ്രമാക്കുക എന്നുള്ളതല്ല. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞ് മനോഹരമാക്കുക എന്നൊരു സാധനം ഉണ്ടല്ലോ, സിമ്പിളായിട്ട് മനോഹരമാക്കുക. അത് ഭാഷയിൽ പുതിയ വാക്കുകൾ ഉണ്ടായിക്കൊണ്ടൊന്നുമല്ല. KP ഇപ്പം പറഞ്ഞത് 2 വാക്കുകൾ കൂട്ടി മുട്ടുമ്പോൾ നക്ഷത്രം ഉണ്ടാകുന്നു, അങ്ങനൊന്നും അല്ല ആൾക്കാർ വിചാരിച്ചില്ല. അങ്ങനല്ല, നമ്മൾ വളരെ ലളിതമായിട്ട് സൗന്ദര്യത്തെ എങ്ങനെ ആവിഷ്കരിക്കാം എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഖസാക്കിന്റെ ഇതിഹാസത്തിന് നിഷേധിക്കേണ്ടി വരില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഖസാക്ക് അന്നത്തെ കാലത്ത് ഭാഷയിലുണ്ടാക്കിയ അത്ഭുതമാണ് ഞാൻ വിചാരിക്കും. പക്ഷെ പിൽക്കാലത്ത് അതിനുണ്ടായ ഒരു അനുഭവം നമ്മൾ ആലോചിച്ചോളാം. പിൽക്കാലത്ത് ഫീച്ചർ എഴുത്തുകാർ പോലും ആ ഭാഷ ഉപയോഗിച്ച് അതിനെ അലമ്പാക്കി. ഫീച്ചർ എഴുത്തുകാർ മുഴുവൻ ആ ഭാഷ എഴുതുന്നത്. അവസാനം ഇപ്പൊ ഖസാക്ക് വായിക്കുമ്പോൾ അല്പമെങ്കിലും നമുക്ക് ശരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിനെ അനുകരിച്ച് വേറൊരു പരുവമാക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഖസാക്ക് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? അതിനകത്തെ ജീവിതമാണ്. അത് പറയുന്ന ജീവിതവും ഇന്ന് ഭാഷക്കാരും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന അതിനകത്തെ ജീവിതവും അതിനകത്തെ കഥാപാത്ര സൃഷ്ടി ഭയങ്കരമാണ്. ഇപ്പോൾ അള്ളാബിച്ച മുല്ലാക്കായെ പോലുള്ള ആള്, നൈജാമലിയെ പോലുള്ള ആള്, ആ കഥാപാത്രങ്ങളാണ് നിൽക്കുന്നത്, ആ ലാംഗ്വേജിലല്ല നിൽക്കുന്നത്. അന്ന് പക്ഷെ അത് ലാംഗ്വേജ് വളരെ അത്ഭുതമായിരുന്നു ആൾക്കാർക്ക്. ഏറ്റവും നല്ല മലയാളം എഴുതുന്ന ആൾക്കാരായിട്ട് ഞാൻ കാണുന്നത് സക്കറിയ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഏറ്റവും നല്ല മലയാളം എഴുതുന്നത്. ഇപ്പം അശോകൻ ചെരുവില് നല്ല മലയാളം എഴുതുന്നതാണ്. അശോകൻ ചെരുവിലിന്റെ ബാക്കി രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. മലയാളം ഏറ്റവും നല്ല മലയാളം എഴുതുന്നതാണ്. ഇവരുടെ 3 പേരുടെ മലയാളം നോക്കുക, യാതൊരു അലങ്കാരങ്ങളും ഇല്ലാതെ വളരെ. സക്കറിയ 89 ശേഷം എഴുതുന്ന ഒരു സക്കറിയുണ്ട്, അനുമ്പത്തെ സക്കറിയല്ല, 89 സലാം അമേരിക്കയൊക്കെ എഴുതുന്ന ഇത് മറ്റേ നമ്മുടെ തൊമ്മിയും ഭാസ്കർ ഭട്ടന്റെ പുറത്തില് ചെറിയ കുറിപ്പുകൾ എഴുതുമായിരുന്നു, ആരോഗ്യമാസികയിലൊക്കെ. എന്ത് മനോഹരമായിട്ടാണ് പുള്ളി എഴുതിക്കൊണ്ടിരുന്നത്, ഒരു അലങ്കാരങ്ങളും ഇല്ലാതെ എഴുതിക്കുന്നത്. അതാണ് നല്ല മലയാളം. അത് സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ വന്നു. അത് മലയാള ഭാഷയുടെ കരുത്തെന്ന് പറഞ്ഞാൽ ചെറിയ വാചകങ്ങളിൽ കൂടെ കഥ പറയുന്ന ഒരു രീതിയുണ്ട് മലയാളത്തിന്. ഇപ്പൊ കാരൂരൊക്കെ ഉപയോഗിച്ച രീതിയുണ്ട്, ബഷീർ കുറേയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു തുടർച്ച ഈ സക്കറിയയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് നിലനിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷെ ഇപ്പോൾ പുതിയ തലമുറ അത് ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണോ? കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയ ഇപ്പം മനോജ് ബംഗോളിന്റെ കഥ വായിക്കുന്നത് കാണാം. ഇതാണ് സി സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ എഴുത്തുകാരുണ്ട്, ഈ സന്തോഷ് കുമാർ, സി സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ വിലങ്ങൂരിൽ എന്ന പേരുള്ള വീടുകൾ എന്ന കഥ ഞാൻ വായിച്ചു. അതിമനോഹരമായ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം. അങ്ങനെ പുതിയ എഴുത്തുകാർ ധാരാളം അങ്ങനെ എഴുതുന്നുണ്ട്. പുതിയ എഴുത്തുകാർ ആ വഴിയാണ് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നത്, നല്ല മലയാളത്തിന്റെ ഒരു പറയുന്ന ഒരു വഴി. അല്ലാതെ ഈ അലങ്കാരഭദ്രമായ സാധനം ഉപേക്ഷിച്ച് കഴിഞ്ഞ ആൾക്കാർ ഭയങ്കര നീണ്ട വാചകങ്ങള്, ഒരുപാട് ഉപമകൾ ഉപയോഗിക്കുക, അങ്ങനെ പറഞ്ഞു വലുതാക്കുക, അങ്ങനെയല്ലോ. തത്വമസിയെക്കുറിച്ചുള്ള വായന
പുതുതലമുറ വല്ലാതെ അകറ്റി നിർത്തുന്നതല്ലേ? അതെ, അല്ല ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടോ. ഇപ്പൊ ആനന്ദിനെ ഒന്നുകൊണ്ട് അങ്ങനെ കരുതുന്നത്. ആനന്ദ് ഒരിക്കലും ആനന്ദിന്റെ കഥകളില് ഒരു കേരളീയ അന്തരീക്ഷം ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു മലയാളിയുടെ ലോകമല്ല അത്, പാൻ ഇന്ത്യൻ എന്ന് പറയാവുന്ന ഒരു ലോകമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു കുഴപ്പമാണല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ കഥ പറയുമ്പോൾ അത് ലാറ്റിൻ അമേരിക്കാനോ യൂറോപ്പിനോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ലതല്ലേ? എന്താ കുഴപ്പം? ഇപ്പൊ മാർക്കേസ് എഴുതുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലോ എഴുതുന്നത്, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അയാളുടെ എഴുതിന്റെ കരുതുന്നത്? നമ്മൾ നമ്മുടെ കഥ എഴുതുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇപ്പം പലരും പറയാറുണ്ട്, ഇപ്പം ഇംഗ്ലീഷിലോട്ട് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ രീതിക്ക് എഴുതണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ യാതൊരു ആവശ്യമില്ല. നമ്മൾ എഴുതുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നിന്നുള്ള ധാരാളം പുസ്തകം ഇംഗ്ലീഷിൽ വരുന്നുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. മീശയുടെ ഇംഗ്ലീഷ് സാധനം എങ്ങനെയാണ് അതിന്റെ ഒരു സ്വീകാര്യത ഉണ്ടായത്? പറയുന്നത് ആഗോള തലത്തിലാണ് പറയുന്നത്. ഇതന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകൾ മലയാളത്തിൽ നിന്ന് വരുന്നത് ആഗോളതലത്തിലൊന്നും അങ്ങനെ വായിക്കപ്പെടുന്നൊന്നുമില്ല. വായിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ് വായിക്കപ്പെടുന്നത്. ഇന്ത്യൻ വായനക്കാരാണ് വായിക്കുന്നത്. അല്ലാതെ ഒരു സായിപ്പ് നമ്മൾ പുസ്തകം വായിക്കുന്നില്ല. ഇപ്പൊ ഇത് മലയാളത്തിൽ നിന്നുള്ള ഒരു പുസ്തകം വായിച്ചിട്ടില്ല. ഇതിന് ഇന്റർനാഷണൽ എഡിഷൻ ഉണ്ടായാൽ മാത്രമേ അങ്ങനെ വായനയുള്ളൂ. ഇന്റർനാഷണൽ എഡിഷൻ മലയാളത്തിൽ നിന്ന് വളരെ വളരെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ അപൂർവമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സംശയമുണ്ട് എനിക്ക്. അതും അത്ര വായിക്കപ്പെട്ടൊന്നുമില്ല. അതൊരു മലയാളത്തിന് മുന്നിലുള്ള വലിയ കടമ്പയാണ്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് അത് വരാത്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. റോയ് പക്ഷെ ഇംഗ്ലീഷ് എഴുതി പ്രാദേശിക ഭാഷ എന്നുള്ളൊരു സാധനം ഇന്റർനാഷണൽ എഡിഷൻ വന്നത് വളരെ അപൂർവമാണ്. വന്നിട്ടില്ലെന്ന് തന്നെ തോന്നുന്നത്. പക്ഷെ ഇന്ത്യൻ വായനക്കാരുണ്ട് ഇല്ല. അതായത് ഈ പുതിയ തലമുറ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ, കേരളത്തിലുള്ളവരും ഹിന്ദി ഭാഷയിലുള്ളവരും അങ്ങനെ വലിയൊരു സമൂഹം ഇന്ത്യയിലുണ്ട്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വായിക്കുന്ന സമൂഹമുണ്ട്. അവരുടെ ഇടയിൽ ഇത് ഭയങ്കര വായിക്കപ്പെടുന്നുണ്ട്. പിന്നെ പ്രവാസി വായനക്കാരുണ്ട്. ഈ ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ ജീവിക്കുന്ന മലയാളികളുടെ തലമുറ, ഓസ്ട്രേലിയയുള്ള തലമുറ. അപ്പൊ ആ ഒരു വായന നന്നായിട്ട് നടക്കുന്നുണ്ട്. അല്ലാതെ ആഗോള വായനക്കാരുടെ അടുത്തൊന്നും എത്തിപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ മീശ നന്നായിട്ട് വായിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് റിവ്യൂ ചെയ്യുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിപ്പം ബെന്യാമിന്റെ നോവലുകൾ ധാരാളമായിട്ട് വായിക്കപ്പെട്ടില്ലേ, ആ തലത്തിൽ വായിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു കാലം മുമ്പ് വരെ ഇന്ത്യൻ എഴുത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തെന്നാണ് കൂട്ടിക്കൊണ്ട്. ഇപ്പൊ റഷ്തി എഴുതണം പറഞ്ഞു വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് പരിഹസിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ബഹളമൊക്കെ ഉണ്ടായിരുന്നത്. അതായത് മലയാളത്തിലെയും ഹിന്ദിയിലെയും തമിഴിലും ഒന്നും എഴുത്ത് ഇന്ത്യൻ എഴുത്തായിട്ട് കൂട്ടിയിട്ടിരുന്നില്ല. ഇന്ത്യൻ ഇംഗ്ലീഷാണ് കൂട്ടിയിരുന്നത്. ഇപ്പം അത് മാറിയിട്ട് നമ്മളിപ്പം ഇന്ത്യൻ എഴുത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോക്കൽ ലാംഗ്വേജ് എഴുത്തായിട്ട് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അതെ നേരെ അതെ. മറ്റേ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ എഴുത്ത് പുറകോട്ട് പോയി. ഇന്ത്യൻ പ്രാദേശിക ഇപ്പം ഗീതാഞ്ജലി ശ്രീയുടെ ബുക്കിനോ എന്താ ഇത് ബുക്കർ പ്രൈസാണ് കിട്ടിയത്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസാണ് കിട്ടിയത്. അതൊരു പ്രാദേശിക ഭാഷ എന്നുള്ളതാണ്, ഹിന്ദി എന്നുള്ളതാണ്, ഇംഗ്ലീഷിൽ എഴുതിയതല്ല. അത് ഭയങ്കര ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. ഒരുപക്ഷെ ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ സംഭവമാണ്.